അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ടൗണിനകത്തുള്ള ഒരു പെൺകുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആളെ പേര് ഞാൻ പറയുന്നില്ല. ഒരു അറക്കല. കേരളത്തിൽ കാണേണ്ട ഏറ്റവും വലിയ ലക്ഷ്മി ദേവിയാണ്. വാ തുറന്നാൽ എവൾ പഠിപ്പിക്കുന്ന പിള്ളേരെ കാര്യമൊക്കെ ഞാൻ ആലോചിക്കട്ടെ. എവളാണ് ഈ അക്ഷരമിട്ട് ജീവിക്കുന്ന സ്ത്രീയുടെ കൂടെ പോയി ഒരുത്തന്നെ കരിയല്ലോ അവിടെ നിന്നുകൊണ്ട് അടുത്ത പ്രസ്ഥാനം പറഞ്ഞു. അടുത്ത് ഞങ്ങൾ പോകുന്നത് ശാന്തുള്ള ദിനേശിന്റെ വീട്ടിലേക്കാണ്. എന്റെ അവിടെ നിന്ന് എഴഞ്ഞേ പോകുള്ളായിരുന്നു. ഞാൻ കാലിനെ തല്ലി പിടിക്കില്ലേ. ഞാനും അവളും മാത്രം മതി, വേറെ ആരും എനിക്ക് വേണ്ട. അവളെ രണ്ടിന്റെയും കാലിനെ ഞാൻ തല്ലി പിടിക്കും. ചേട്ടാ സൂക്ഷിച്ചു. ചേട്ടാ മുഖത്ത് മഷി ഒഴിക്കും. മഷിയല്ല, തേങ്ങ ഒഴിക്കും. പട്ടിക്കൊലയാടി മോളെ പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. അവളെ അച്ഛൻ ഒരു ജന്മം ജനിക്കണം. ഈ പറഞ്ഞവളെയൊക്കെ തന്തമാര് ഒരു ജന്മം കൂടെ ജനിക്കണം. മാമ ശവത്തി കുത്താതെ മാമ. തന്തേക്കാൾ മോശം അതെനിക്കറിഞ്ഞൂടാ. തന്തേക്കാളും മോശം. തന്തയ്ക്ക് ഒരു കൈക്കുറ്റപ്പാട് പറ്റിയതാണ് ഇതുപോലുള്ള വിടക്കുകൾ ഉണ്ടാക്കിയത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും വേണ്ടാത്ത കൂതറകളാണ് അതിന്റെ നേതാവായിട്ടൊക്കെ നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. ഇപ്പൊ അച്ഛന് മനസ്സിലായില്ലേ? ഈ നാടിത് എങ്ങോട്ടാ പോകുന്നത് എന്റെ ഭഗവാനെ? ഒരു തടിയും കണ്ണടയൊക്കെ എടുത്ത് വെച്ച് ചുണ്ടു ഇങ്ങനെ വെച്ചിട്ട് നിന്നിട്ട് മറ്റേ ഉണച്ച വർത്താനം പറയുമ്പോഴുള്ള എല്ലാ ഫെമിനിസം. ഫെമിനിസം എന്ന് പറയുന്നത് പുരോഗമന ചേച്ചിമാര് ഒരു പുരോഗമനവും ഇല്ല. ആണുങ്ങളുടെ തലയിൽ കയറിയിരുന്ന് അപ്പിടുന്നതല്ല, ആരോടെയും കിടക്കാം. അതാണ് ഫെമിനിസം. മാറ് മറയ്ക്കാനുള്ള സമരം നടത്തിയ നാടാണ്. മാറ് കാണിക്കാനുള്ള സമരത്തിനാണ് ഇപ്പൊ നടക്കുന്നത്. ഞങ്ങളെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ആരെയും കാണിക്കും. അലവലാദികളും അതിനേക്കാണ് ഫെമിനിസം എന്ന് ഞാൻ പറയില്ല. പതുക്കെ പറ, വല്ലവരും കേൾക്കും. വല്ലവരുടെയും കക്ക വല്ലവരും പറയുന്ന കേൾക്കാൻ പാടില്ല. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. എന്റെ പേരിൽ ചിലപ്പോ നാളെ കേസ് എടുത്തായിരിക്കാം. പേടിയൊന്നും ഇല്ല. ജയിലിൽ പോകണമെങ്കിൽ ജാമ്യം എടുത്തിട്ട് വരും കുറച്ച് ദിവസമൊക്കെ എടുത്തിട്ട്.